ഈ ഒരു സ്പെല്ലിൽ എങ്ങനെയാണ് ഈ വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ മഴയുടെ തീവ്രത വരും ദിവസങ്ങളിൽ കുറയുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ജൂലൈ രണ്ടാം പകുതിയോടുകൂടി വീണ്ടും മഴ സജീവമാകുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അത്തരത്തിൽ അപ്പോൾ ഇനി തുടർച്ചയായ ഒരു മഴ കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കുമോ കേരളത്തിലുണ്ടാവുക? നമ്മൾ മഴക്കാലത്തിലാണല്ലോ ഉള്ളത്. നമ്മുടെ മൺസൂൺ എന്ന് പറയുന്നത് നമുക്ക് വലിയ രീതിയിൽ മഴ ലഭിക്കുന്ന സമയമാണ്. നമ്മുടെ ഇടവപ്പാതിയുടെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ ജൂലൈ മാസത്തിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ ജൂൺ ജൂലൈ മാസത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുക. സ്വാഭാവികമായിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് മഴ ലഭിക്കേണ്ടതാണ് മഴ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ മൺസൂണിലൊരു സവിശേഷമായ കാര്യം തന്നെയാണ് ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങളൊക്കെ. അപ്പോൾ ആ ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീനപരമായിട്ട് എക്സ്ട്രീമുകളും ഉണ്ടാവും എന്നുള്ളതാണ്. ഏതായാലും മഴ വ്യാപകമായിട്ട് ഉണ്ടാവും. അതിൽ ഇത്തവണ നമുക്ക് കൂടുതലും ഈ മധ്യ കേരളത്തിലാണ് കൂടുതൽ മഴ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ വടക്കൻ കേരളത്തിലാണ് കഴിഞ്ഞ സ്പെല്ലുകളിൽ കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ വ്യാപകമായിട്ടുള്ള മഴയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ മഴ കൂടുതൽ മഴ കഴിഞ്ഞ സ്പെല്ലുകളിൽ ലഭിച്ച സ്ഥലങ്ങളിൽ ആണ് നമുക്ക് കൂടുതൽ ക്രൈസിസ് ഉണ്ടാക്കുക. കാരണം അവിടെ ഓൾറെഡി മണ്ണ് സാച്ചുറേറ്റഡ് ആയിരിക്കും. കൂടാതെ ജലാശയങ്ങൾ കൂടുതൽ വെള്ളം ഉണ്ടാവും ഇപ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇനി ഒരുപക്ഷെ ഒരു മഞ്ഞ അലേർട്ടിനുള്ള മഴ പെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടി പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ കാണണം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലാണ് അതിനെ കാണേണ്ടത്. പക്ഷേ ജൂലൈ മാസത്തിൽ നമുക്ക് തുടർച്ചയായി ഇത്തരത്തിലുള്ള സ്പെല്ലുകൾ ഉണ്ടാവാം, ഓഗസ്റ്റിലും ഉണ്ടാവാം. കാരണം ഇത് നമ്മുടെ മൺസൂൺ സമയമാണ്. അപ്പോൾ ആ സ്പെല്ലുകളിൽ ഈ അതിതീവ്ര മഴ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വലിയ മഴ ലഭിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇതുവരെയുള്ള സമയത്ത് നമുക്ക് ജൂണിലും മെയ് അവസാന ഭാഗത്തിലും നമുക്ക് വലിയ മഴ ലഭിച്ചു. അപ്പോൾ ഓൾറെഡി നമുക്ക് കുറച്ച് മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള എക്സ്ട്രീമുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ജൂലൈ മാസത്തിൽ ജൂലൈ രണ്ടാം ഭാഗത്തോടു കൂടിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വലിയ രീതിയിൽ മഴ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാകും. ഒരുപക്ഷെ 1000 മില്ലിമീറ്ററിൻ്റെയൊക്കെ മുകളിൽ അല്ലെങ്കിൽ 1500 മില്ലിമീറ്ററോളം മഴ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടാകും. അതിനുശേഷം പെയ്യുന്ന എക്സ്ട്രീമുകൾ നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ജൂലൈ അവസാനം ഓഗസ്റ്റ് മാസത്തിലൊക്കെയാണ് നമുക്ക് ദുരന്തങ്ങളിലേക്ക് പലപ്പോഴും എത്തുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ 2018 സമാനമായ രീതിയിൽ ഞാൻ ഇത് പറയുന്നതുകൊണ്ട് ആശങ്ക ഉണ്ടാക്കാൻ പറയില്ല. ആ രീതിയിൽ നമുക്ക് ഒരു സാധാരണ ലഭിക്കേണ്ട രീതിയിലുള്ള മഴ അല്ലെങ്കിൽ അതിൽ കുറച്ചധികം മഴയാണ് ഇപ്പോൾ ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജൂലൈ മാസത്തിലും ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡ് തന്നെയാണ് തുടരുന്നതെങ്കിൽ ഓഗസ്റ്റിലും അല്ലെങ്കിൽ ജൂലൈ അവസാനത്തിലും നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരും. കാരണം നമുക്ക് ആ രീതിയിലുള്ള അളവിലുള്ള മഴ ആകെ മഴ ലഭിച്ചിട്ടുണ്ടാവും. പക്ഷേ ആകെ മഴ അത്ര ലഭിച്ചാൽ പോലും നമുക്ക് അപകടങ്ങൾ ഉണ്ടാവണമെന്നില്ല. കാരണം നമുക്ക് നമ്മുടെ ഒരു നോർമൽ മഴ എന്ന് പറയുന്നത് നമുക്കൊരു 3000-ഓളം മില്ലിമീറ്റർ മഴ നമ്മുടെ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ സമയത്ത് നമുക്ക് ലഭിക്കും. ആ മഴ കൊണ്ട് നമുക്ക് അപകടങ്ങൾ ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഇതിനകത്ത് വരുന്ന ഇത്തരത്തിലുള്ള എക്സ്ട്രീമുകൾ ഈ ന്യൂനമർദ്ദത്തിൻ്റെ ഒക്കെ ഭാഗമായി ഉണ്ടാകുന്ന 200-300 മില്ലിമീറ്റർ മഴ ഒരു 24 മണിക്കൂറിൽ പെയ്യുന്ന അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് 100 മില്ലിമീറ്ററൊക്കെ മഴ പെയ്യുന്ന മേഘവിസ്ഫോടനം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന രീതിയിലുള്ള അളവിലുള്ള മഴ ലഭിക്കുകയാണെങ്കിൽ ആ എക്സ്ട്രീമുകളാണ് നമുക്ക് ദുരന്തങ്ങളിലേക്ക് നയിക്കുക. അപ്പോൾ അത്തരം എക്സ്ട്രീമുകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് ഈ മഴ സാധാരണ നമ്മുടെ മഴക്കാലത്തെ പോലെ നമ്മുടെ വെള്ളത്തിൻ്റെ ആവശ്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ പോലെ നമ്മുടെ പരിചിതമായിട്ടുള്ള ഒരു സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ടാവും. പക്ഷേ ഇത്തരത്തിലുള്ള എക്സ്ട്രീം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അപകട സാധ്യത ഉണ്ട്. അപ്പോൾ അതിനുള്ള ജാഗ്രതയും തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.